എല്ലാ രാജ്യത്തെ ടീമുകളിലും നമ്മുടെ വേൾഡിലെ നല്ല 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 ടീമുകളിൽ കളിക്കുന്ന പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടീമിനെ നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ കളി വളരെ ഫാസ്റ്റാണ്, കണ്ടിരിക്കാൻ രസമുണ്ട് മുമ്പത്തേക്കാളും. ഈ 48 ടീം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ മൊത്തത്തിൽ മാറി മറിച്ചിരിക്കുകയാണല്ലോ. സ്ഥിരം ഫിഫയുടെ ഒരു ഫോർമാറ്റിലല്ല ഇപ്പൊ അതിന്റെ ക്രൈറ്റീരിയയും ആളുകൾ സെമിയിലേക്ക് എത്തുന്നതിന്റെ ഫോർമാറ്റ് ഒക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ കളികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, എന്നാലും അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറെ രാജ്യങ്ങൾക്ക് അവസരം കിട്ടും. ഇപ്പൊ നമ്മള് കേൾക്കാത്ത രാജ്യങ്ങളിൽ അവർ കളിക്കുന്നുണ്ട്. ഇപ്പോ നമ്മള് ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു അങ്ങനത്തെ രാജ്യങ്ങളുണ്ട്, വളരെ ചെറിയ രാജ്യങ്ങൾ വരെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഇന്ത്യക്കും ഭാവിയിൽ നല്ലതാണ്, നമുക്ക് കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്തുകൊണ്ടാണ് ബ്രസീലിൽ ഇപ്പോ ഒരു ബ്രസീൽ അറ്റ് ഇറ്റ്സ് പ്രൈം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒരു റൊണാൾഡോ അല്ലെങ്കിൽ റൊണാൾഡീഞ്ഞോ, ആ അവസ്ഥ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതൊരു ആരാധകൻ എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ടോ? ആ ലീഗ് ഓഫ് പ്ലേയേഴ്സ് വരുന്നില്ല, ഇപ്പൊ അവരുടെ തന്നെ ഫേവറേറ്റ് ഇപ്പൊ കരിയിലെ ഷോട്ടൊക്കെ പോലത്തെ ഷോട്ടുകൾ വരുന്നില്ല, ആ ഒരു ഏരിയ എന്താന്ന് അനലൈസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ ആ ലെവൽ ഓഫ് പ്ലെയറിലേക്ക് വരുമെന്ന് വെച്ചാൽ അത് ഇപ്പോൾ റൊണാൾഡീനെ പോലത്തെ ആൾക്കാരൊക്കെ നമുക്ക് ഗിഫ്റ്റഡ് ആണ്. നമുക്ക് കാണാൻ പറ്റിയ അവരെ കളി. ഇപ്പോൾ ഈവൻ റൊണാൾഡീനോനൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം വരെ ഉണ്ടായി ഇന്ത്യയിൽ വന്നപ്പോൾ. ഒരു നോക്കിയെങ്കിലും നമുക്ക് കാണാൻ പറ്റി അദ്ദേഹത്തെ.